പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഉഖ്റവിയായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. കരുതി വെച്ച സമ്പത്തും കൂടെ ഉണ്ടായിരുന്ന കുടുംബക്കാരെല്ലാം നമ്മുടെ മരണത്തോടുകൂടി വിട്ടുപിരിഞ്ഞു പോകുമെന്നുള്ളത് തീർച്ചയാണ്. അവനവൻ്റെ കർമ്മങ്ങളാണ് ഖബർ മുതലുള്ള ജീവിതത്തിൽ കൂടെ ഉണ്ടാവുക. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം ആഖിറത്തിൽ മീസാനിൽ അളന്നു നോക്കും. നന്മയാണ് കൂടുതലെങ്കിൽ അത് ചെറിയ പോയിൻ്റ് കൂടുതൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഫഹുവ ഫി ഈശത്തി റാദിയ, അയാൾ സ്വർഗത്തിലായിരിക്കും. നേരെ തിരിച്ച് തിന്മയാണ് കൂടുതലെങ്കിൽ അയാൾ പരാജയപ്പെടും, അയാൾ നരകത്തിലെത്തും. കർമ്മങ്ങൾ നന്നാക്കുക. ചെയ്യാനുള്ള സ്ഥലം ദുനിയാവാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്യൗമ അമലുൻ ഗദൻ ജസാഉൻ. ഇന്നാണ് കർമ്മങ്ങളുടെ ലോകം. നാളെ അഥവാ മരണത്തിന് ശേഷമുള്ള ലോകം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാനുള്ളതാണ്, അതിൻ്റെ പ്രതിഫലങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നമുക്ക് നന്മ ഭാരമാക്കാൻ കഴിയണം. ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത, എല്ലാവരും പേടിക്കുന്ന ഒരു സന്ദർഭമാണ് മീസാനിൻ്റെ ഘട്ടം. അവിടെ ആരെയും തിരിഞ്ഞു നോക്കാനില്ല. അവനവൻ്റെ കർമ്മങ്ങൾ അവിടെ തൂക്കപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അത്തരം സന്ദർഭങ്ങളിൽ ആകപ്പാടെ നാം ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ നന്മയുടെ തട്ടിൽ എങ്ങനെയൊക്കെയോ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വിജയിക്കണമെന്ന് വിചാരത്തിൽ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ആ ഉള്ള നന്മകൾ തന്നെ ആരെങ്കിലും കൊണ്ടുപോകുന്ന ഒരു ഘട്ടം നമുക്കുണ്ടാവരുത്. പാപ്പറാവും, മുഫ്ലിസാവും. ആരെങ്കിലുമൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഭൂമി പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പാപ്പറായിപ്പോവും. അത് സ്വന്തം ഉമ്മയുടെ കുറ്റമാണ് ഭാര്യയോട് പറഞ്ഞതെങ്കിലും ഇത് ഉമ്മ അറിയുമ്പോൾ ഉമ്മാക്ക് വലിയ സന്തോഷമാവും. ഓഹോ, നീ നിൻ്റെ ഭാര്യയോട് ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലേ എന്നെക്കുറിച്ച്. ഈ മോൻ്റെ അമലുകൾ ഉമ്മ കൊണ്ടുപോകും. നഫ്സി നഫ്സി എന്ന് സ്വന്തം നോക്കുന്ന ഘട്ടത്തിൽ അന്ന് മനസ്സിലാവും, വെറുതെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും എൻഗേജായി ആരെയൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞ് എൻ്റെ ജീവിതം കൊളാക്കിയതിൻ്റെ നഷ്ടം അന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ നന്മ നമുക്ക് തന്നെ ഉപകരിക്കണം. നന്മയുടെ തട്ടിൽ തുലാസിൽ ഭാരമുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. നമുക്ക് ചില കർമ്മങ്ങളെ പരിചയപ്പെടാം. അത്തരം കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നന്മയുടെ തട്ടിൽ തുലാസിൽ വെച്ചാൽ അതിന് ഗംഭീരമായ റിസൾട്ടായിരിക്കും, വലിയ ഭാരമായിരിക്കും ഉണ്ടാവുക. അത്തരം ചില നന്മകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്ന്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്ന നന്മ നമ്മളിലുണ്ടെങ്കിൽ ആഖിറത്തിൽ നന്മയുടെ തട്ടിന് വലിയ ഭാരം ആ നന്മകൾക്കുണ്ടാകും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത്, കുടുംബബന്ധം ചേർക്കുക എന്ന സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അത് മതി അയാൾക്ക് രക്ഷപ്പെടാൻ. പെങ്ങളെ, അനുജനെ, മൂത്തമ്മയെ, ഇളയമയെ, കുടുംബത്തിലെ മറ്റു അംഗങ്ങളെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്വഭാവം, അവരൊക്കെ സഹായിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആ നന്മ, സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക എന്ന നന്മ തുലാസിൽ വെക്കുമ്പോഴേക്ക് എന്തൊരു ഭാരമായിരിക്കും. എങ്ങനെ അയാൾ രക്ഷപ്പെടാതിരിക്കുക? അതാണ് രണ്ടാമത്തെ കാര്യം. 3, അസ്കലു ഷൈഇൻ ഫിൽ മീസാൻ. നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള കർമ്മം ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ആരോടും ദേഷ്യപ്പെടാതെ, ആരോടും വെറുപ്പില്ലാതെ നല്ല സ്വഭാവക്കാരാവുക. സൽസ്വഭാവികൾക്ക് പകൽ മുഴുവൻ നോമ്പെടുത്ത, രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയാണ് ലഭിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സൽസ്വഭാവികൾക്ക് എത്രയാ പ്രത്യേകത? 1, അള്ളാഹുവിൻ്റെ ഇഷ്ടം അയാൾക്ക് ലഭിക്കും. 2, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആഖിറത്തിൽ, പരലോകത്ത്
അടുത്ത ബന്ധം ഉണ്ടാക്കാൻ കഴിയും. 3, അർശിൻ്റെ തണൽ അയാൾക്ക് ലഭിക്കും. 4, ഗംഭീരമായ ഓഫറുകളായിരിക്കും ആഖിറത്തിൽ അയാൾക്ക് ലഭിക്കുക. സൽസ്വഭാവികൾക്ക് ലഭിക്കുന്ന 11 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടൊരു കിതാബ് തന്നെ ഉണ്ട്. മനാഹിജുൽ അഖ്ലാഖു സനിയ എന്നാണ് ഇമാം ഫാക്കിഹി റഹിമഹുള്ളയുടെ ആ കിതാബിൻ്റെ പേര്. നമ്മളൊക്കെ നല്ല സ്വഭാവമാണ് എങ്കിൽ നന്മയുടെ തട്ടിന് വലിയ ഭാരമുണ്ടായി രക്ഷപ്പെടാൻ പറ്റും. 4ാമത്തെ കാര്യം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഓഹോ, എന്തൊരു പ്രത്യേകതയുള്ള കർമ്മമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ നന്മക്ക് എന്തൊരു ഭാരമായിരിക്കും. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അയാൾ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ നബിതങ്ങൾ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്ന് അയാൾ ചൊല്ലിയ സ്വലാത്ത് നന്മയുടെ തട്ടിൽ തുലാസിൽ വെക്കും. അതോടുകൂടി അയാൾ വിജയിക്കും. അനൗൺസ്മെൻറ്റ് വരും, സഈദ ഫുലാൻ, ഇയാൾ വിജയിച്ചിരിക്കുന്നു എന്ന്. ഇയാൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും, എന്താണ് നബിയെ വെച്ചേക്കണത്? മോന് ചൊല്ലിയ സ്വലാത്തുകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ വെക്കാൻ കഴിയണമെങ്കിൽ കുറച്ച് സ്വലാത്തുകൾ ഉണ്ടാവണം. അടുത്ത കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ജീവിതത്തിൽ കൂടുതൽ ചൊല്ലുന്നവരുടെ നന്മയുടെ തട്ടിന് വലിയ ഭാരം ഉണ്ടാകും. അത് മതിയാകും രക്ഷപ്പെടാൻ. പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടി മാത്രവും കിതാബുകൾ തന്നെ ഉണ്ട്. നന്മയുടെ തട്ട് ഭാരമാവുന്ന കർമ്മങ്ങൾ പറയാൻ എത്ര കിതാബുകൾ ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നയാളുടെ നന്മയുടെ തട്ടിന് വലിയ ഭാരം ഉണ്ടാവും. കലിമത്താൻ, 2 വാക്കുകൾ, ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത്. ഹഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമാണ്. അങ്ങനെ വലിയ റിസ്ക് എടുത്തിട്ട് ചൊല്ലേണ്ടതൊന്നുമല്ല, വളരെ എളുപ്പമാണ്. പക്ഷേ സഖീലത്താൻ ഫിൽ മീസാൻ, നന്മയുടെ തട്ടിൽ മീസാനിൽ വലിയ ഭാരമാണ്. ഏതാണ് ആ 2 വാക്കുകൾ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന വാക്കുകളാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തായ ദിക്ർ കൂടിയാണ്. അള്ളാഹു നന്മയുടെ തട്ടിന് വലിയ ഭാരമുണ്ടായി വിജയിക്കുന്ന, ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.